ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഷാസ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ബ്രദറിൻ്റെ കല്യാണത്തിൻ്റെ മുന്നേയുള്ള കുറച്ച് അറ്റകുറ്റപ്പണികളാട്ടോ കാണിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും കല്യാണം നിശ്ചയിച്ചാൽ ആദ്യം നോക്കുന്ന പണിയായിരിക്കും പെയിൻറ്റ്. നമ്മൾ കുറച്ചൊക്കെ ഇതിൻ്റെ മുന്നേ പെയിൻറ്റ് ചെയ്ത് കേട്ടോ. കുറച്ച് സ്ഥലത്തൊക്കെ ഈ റൂമൊന്നും തീരെ പെയിൻറ്റ് ചെയ്തിട്ടില്ല. ഒരു 10-13 വർഷം മുന്നേ ഇട്ട പെയിൻറ്റാണ്. അതുകൊണ്ട് തന്നെ ചില റൂമിനൊക്കെ നല്ല പണിയുണ്ട് കേട്ടോ. ഈ റൂമിന് നല്ല പണിയുണ്ട്. ഷോക്കേസും ജനലിനും ഒക്കെ നല്ല പണിയുണ്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ മുന്നേ ഉള്ള ഒരു മെയിൻ ടാസ്ക്കാണ് റൂമൊക്കെ ഒഴിച്ച് കൊടുക്കല്. അത്രയും സാധനങ്ങൾ ഉണ്ടാകും ഓരോരോ റൂമിലും. ഫസ്റ്റ് മേലത്തെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ താഴത്തെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാന്നിട്ട് നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത്. അതാകുമ്പോൾ മേലെ വലിങ്ങനെ സാധനങ്ങളൊന്നുമില്ല. മേലത്തെ പണി കഴിഞ്ഞ് നമുക്ക് താഴത്തെ സാധനങ്ങളൊക്കെ മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മുകളിൽ അവൻ്റെ റൂമിൻ്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ പെയിൻറ്റ് അടിച്ചാലും പിന്നെയും പൊടിയാവുന്നതുകൊണ്ട് നമ്മളത് മാറ്റി. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഈ ബർത്തുമ്മലൊക്കെ നിറയെ ബുക്കും കട്ടിലും ഒക്കെ ഒഴിക്കുന്നതാണ്. ഇപ്പം എല്ലാം ഒഴിച്ചിട്ട് നമ്മൾ ഡൈനിങ് ഹാളിലേക്കാട്ടോ കൊണ്ടാക്കുന്നത്. ഡൈനിങ് ഹാൾ ഇതിൻ്റെ ഒരു 2 മന്ത് മുന്നേ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ അത് ലാസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് തന്നെ നമ്മളൊക്കെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുക ഇത്രമാത്രം സാധനം ഉണ്ട് ഓരോരോ റൂമിലും. കണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സാധനങ്ങളാണ്. ഡ്രസ്സും ബുക്കും ബെഡും ഒക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങൾ. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഇതിൻ്റെ കല്യാണത്തിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ വേറൊരു ചേഞ്ച് കൂടി വരുത്തുന്നുണ്ട്. നമ്മുടെ ഫ്രിഡ്ജ് മാറ്റി. ഇത് ഒരു 16 വർഷം പഴക്കമുള്ള നമ്മളെ ഫ്രിഡ്ജ് മാറ്റി നമ്മൾ പുതിയ ഫ്രിഡ്ജ് കൊണ്ടുവന്നു. ഇതാണ് കേട്ടോ പുതിയ ഫ്രിഡ്ജ്. പഴയ ഫ്രിഡ്ജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേൾപൂളിൻ്റെ കമ്പനി കേട്ടോ. ഇതുവരെ യാതൊരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇപ്പം അടുത്താണ് വെള്ളം ലീക്കാല് തുടങ്ങിയത്. അപ്പോൾ എന്തായാലും മാറ്റാതെ നിവൃത്തിയില്ല. അപ്പോൾ ഫ്രിഡ്ജ് മാറ്റി. അവൻ്റെ റൂമിൻ്റെ പണിയും ഇതിനോടൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ അവൻ്റെ ബെഡ്റൂം. ഇതിലൊരു പണിയും കഴിഞ്ഞിട്ടില്ല. ആകെ നിലത്തിൻ്റെ പണിയും തേപ്പ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ സീലിംഗ് അവർ കുറച്ച് 2-3 ബംഗാളികൾ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുട്ടിയിടലാട്ടോ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുട്ടിയിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. നാളെ അത് ഒരക്കലാണ്. ഇനി അപ്പോൾ പുട്ടിയിടലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളെ ഇൻറ്റീരിയൽ വർക്ക്സ് ആട്ടോ ബാക്കിയുള്ളത്. മൾട്ടിവുഡിൻ്റെ പീസൊക്കെ കൊണ്ടാച്ചിട്ടുണ്ട്. അവർ കട്ടിൽ സെറ്റാക്കട്ടോ ഫസ്റ്റ് ചെയ്യുന്നത്. കട്ടിലും പിന്നെ സൈഡ് ബോർഡും അളമാരിയും ഒക്കെ സെറ്റാക്കുന്നുണ്ട്. നമ്മളെ ബെഡ്റൂം ചെറുതാട്ടാ. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമ്മളിത് മൊത്തം കരാർ കൊടുക്കട്ടോ ചെയ്തത്. കട്ടിൽ, അളമാരി, സൈഡ് ടേബിൾ, ഡ്രസ്സിങ് ഏരിയ, പിന്നെ ബാത്റൂമിൻ്റെ ഡോറ്, അങ്ങനെ മൊത്തത്തിൽ കരാർ കൊടുത്താട്ടാ. അത് നമ്മൾ പ്ലൈവുഡിലല്ല കേട്ടോ ചെയ്യുന്നത്. ബാക്കിയൊക്കെ മൾട്ടിവുഡിലാണ്. അതുകൊണ്ട് കുറച്ച് റേറ്റ് അധികം കേട്ടോ. പ്ലൈവുഡ് ചെയ്യുമ്പോൾ നമുക്ക് റേറ്റ് കുറച്ച് കുറഞ്ഞാൽ കിട്ടും. പിന്നെ മൾട്ടിവുഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് അധികം പൈസയാവും. അപ്പോൾ നമ്മൾ മൾട്ടിവുഡിലാണ് ചെയ്തത്. അതാണ് കേട്ടോ നിൽക്കുക. നമ്മൾ പ്ലൈവുഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്തത്. ഇവരെ പണീൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു മടുപ്പില്ലാത്ത പണിയാട്ടോ. രാത്രി 12 മണി വരെ ഒരേ പണിയാണ്. അതുകൊണ്ട് വെറും 3 ദിവസമായിട്ട് നമ്മളെ ഈ റൂമിൻ്റെ വർക്ക് കൊണ്ട് 3 ദിവസം കൊണ്ടാണ് അവർ ഈ വർക്ക് തീർത്തത്. അപ്പോൾ ഏകദേശം വർക്ക് കഴിഞ്ഞ് ഇനി ചെറിയൊരു കട്ടിലിൻ്റെ സൈഡിൽ കുഷൻ വെക്കേണ്ട പണിയാട്ടോ ബാക്കിയുള്ളൂ. പിന്നെ മിറർ വെക്കേണ്ട പണി. അപ്പോൾ നമ്മൾ ഫുള്ള് വൃത്തിയാക്കുകയാണ് കേട്ടോ. ആകെ അലങ്കോലമായിട്ട് നമ്മളെ 3 പണിയാണ്. നമ്മൾ 3 പെങ്ങന്മാരാണല്ലോ ഉള്ളത്. അപ്പോൾ ഫുള്ള് വൃത്തിയാക്കാണ് കേട്ടോ. ഫുള്ള് കച്ചറ എന്ന് വെച്ചാൽ ഫുള്ള് കച്ചറയാണ്. കട്ടിൻ്റെ ഉള്ളിലും ബാത്റൂമൊക്കെ ആകെ അലങ്കോലായിട്ടുണ്ട്. ഇനി ഇതടിച്ച് വാരിയിട്ട് വേണം നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാം. എല്ലാവരും പറയും കല്യാണമാകുമ്പോൾ ആണുങ്ങൾക്ക് മാത്രമേ പണിയുണ്ടാവും, പെങ്ങന്മാർക്കൊക്കെ വെറുതെ കുത്തിരിക്കാൻ. പെങ്ങന്മാർക്ക് ഫുള്ള് പണിയാണ് ഗൈസ്. ഇതൊക്കെ നമ്മളെ പണിയാണ്. വൃത്തിയാക്കലും അവൻ്റെ റൂം അറേഞ്ച് ചെയ്യലും അവളെയൊക്കെ ഡ്രസ്സ് അറേഞ്ച് ചെയ്യലും ഒക്കെ. അപ്പോൾ അവൻ്റെ റൂം വൃത്തിയാക്കി കഴിഞ്ഞ് നമ്മുടെ മുകളിൽ തന്നെ വേറൊരു റൂമുണ്ട് കേട്ടോ. അപ്പോൾ ആ റൂം വൃത്തിയാക്കി കഴിഞ്ഞ് ആ റൂമിൽ വേറെ ഒന്നും ഇല്ല കേട്ടോ. വെറും ഒരു കട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെ ബാക്കിയുള്ള ബോർഡൊക്കെ അതിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൂമിൻ്റെ പണി ഏകദേശം കഴിഞ്ഞ് കർട്ടൻ്റെ പണിയാണ് ഈ റൂമിൽ. ബാക്കിയുള്ള അവൻ്റെ റൂമിലെ ബെഡ്റൂമിൻ്റെ മണിയറേൻ്റെ റൂമിൻ്റെ കർട്ടൻ ഒക്കെ അവർ തന്നെ കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ളൊരു. ഇതാണ് കേട്ടോ അവൻ്റെ ബാത്റൂം വരുന്നത്. ബാത്റൂം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം കേട്ടോ ബാത്റൂമിൻ്റെ പണിയും കഴിഞ്ഞത്. ഫുള്ള് കളിയാണ്. ഇനി നമുക്ക് ഇത് വൃത്തി പ്ലംബിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ ഫുള്ള് സിമെൻറ്റും പെയിൻറ്റും ഒക്കെ കൂടി ആകെ കച്ചറയായിട്ടാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കൽ വലിയ ഫുള്ള് വെള്ളം ഒഴിച്ച് കഴുകി ഇനി ഫുള്ള് സർഫിൻ്റെ വെള്ളം ഒഴിച്ച് തേച്ചൊരച്ച് കഴുകുക. നിലവും വാഷ് ബേസിനും ഒക്കെ തേച്ചൊരച്ച് കഴുകുക. നമുക്ക് ഫുള്ള് കച്ചറ എന്ന് പറഞ്ഞാൽ ഫുള്ള് കച്ചറിയാണ്. ഫുള്ള് വൃത്തിയാക്കുന്നത്. ഓരോരുത്തർ ഓരോരോ റൂം ഏറ്റെടുത്തത് കേട്ടോ. ഒരാളൊരു റൂം, ഒരാളൊരു മറ്റേ റൂം, ഒരാൾ ബാത്റൂം, ഒരാൾ ഹാൾ. അപ്പോൾ എൻ്റെ പണിയാണ് ഈ ടോയ്ലറ്റ് ക്ലീൻ ചെയ്യൽ. അപ്പോൾ ഫുള്ള് ഇതൊന്നും ഇതുവരെ ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചുമര് തേച്ച് പോകാം. ചുമരുമേലും നല്ല കച്ചറുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ മരുമലും കണ്ണാടിയും ഒക്കെ കച്ചറിയാണ്. ഫുള്ള് തേച്ചൊരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ള് വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകാം. നല്ലോണം വൃത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ചിലതൊക്കെ പരണ്ടാൻ ബാക്കിയുണ്ട് കേട്ടോ. പെയിൻ്റൊക്കെ പോകാത്തത് അതൊക്കെ നമുക്ക് പരണ്ടയും കുടിച്ചിടാം. എന്തായാലും ഒരുവിധം വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ ബാത്റൂമും റൂമും ഒക്കെ സെറ്റായി കേട്ടോ. നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞ് താഴത്തെ ഇനി കുറച്ച് ക്ലീനിങ് കൂടി ബാക്കിയുണ്ട്. മുകളത്തെ ഫുള്ള് ക്ലീൻ. ഇനി അവൻ്റെ അലമാര ഫുള്ള് തുടച്ച് അവരുടെ ഡ്രസ്സ് സെപ്പറേറ്റ് മടക്കി വെക്കലാണ് അടുത്ത മെയിൻ ടാസ്ക്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്ത് ബെഡിൽ വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ ഹാങ്കർമ തൂക്കിയിട്ടിട്ടും കുറച്ചൊക്കെ എല്ലാണ്ടും ഒക്കെ
ഒക്കെ വെക്കുന്നതാണ് കേട്ടോ. അവൾ വല്ലതും അറിയുന്നുണ്ടാവോ അവളെ റൂമൊക്കെ നമ്മളാ സെറ്റാക്കി വെക്കുന്നതിന്? നമ്മൾ മാത്രമല്ല കേട്ടോ, ഓനുണ്ട്. ഓനാണ് ഈ ഹാങ്കറും വരെ ഇതൊക്കെ അവളെ ഡ്രസ്സൊക്കെ മടക്കിയിട്ട് തൂക്കിയിടുന്നത്. അവൻ അതിനൊക്കെ എക്സ്പെർട്ട്. അവൻ കുറച്ച് ടെക്സ്റ്റൈൽസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ട് ഇതുപോലത്തെ പണിയൊക്കെ അവന് നല്ലോണം അറിയാം. അപ്പോൾ ഡ്രസ്സൊക്കെ ഹാങ് ചെയ്തും മടക്കിയും ഒക്കെ സെപ്പറേറ്റ് വെച്ച് ഒരു ഷെൽഫ് മൊത്തം അവൻ്റെതും ഒരു ഷെൽഫ് മൊത്തം അവളുടേതും, നടുവിലുള്ളത് അവർക്ക് പാർട്ടീഷനായിട്ട്. അങ്ങനെ അവരെ വാർഡ്രോബും ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഹാളും റൂമും ഒക്കെ ഒരുവിധം ക്ലീൻ ആക്കിക്കണം കേട്ടോ. ഇതൊക്കെ നമുക്ക് താഴെ എടുത്ത് കൊണ്ടുപോകേണ്ടതാണ്. ഇതൊക്കെ ബാക്കിയുള്ളതാണ്. ഇത് കുറച്ച് സ്ക്രാപ്പിന് പോകേണ്ടതും കുറച്ച് നമുക്ക് വേറെ കൊണ്ടുപോകേണ്ടതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുവിധം സെറ്റായിട്ടുണ്ട്. മൊത്തം പണിയും കഴിഞ്ഞിട്ടുള്ള ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ഹാള്. ഈ സോഫ നമ്മളിപ്പോൾ പുതിയ വാങ്ങിച്ചേട്ടാ. പുതിയെന്ന് വെച്ചാൽ കല്യാണത്തിനായിട്ട് വാങ്ങിച്ചല്ല, അതിൻ്റെ കുറച്ച് മുന്നേ വാങ്ങിച്ചാൽ. ഇത് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഇതായിരുന്നു കേട്ടോ എൻ്റെ കല്യാണം കഴിയുമ്പം എൻ്റെ ബെഡ്റൂം. അപ്പോൾ കർട്ടനൊക്കെ ഇതിലിപ്പോൾ വെച്ചതാണ് കേട്ടോ. അളമാരിയും പഴയതാണ്, കട്ടിലും പഴയതാണ്. ഒരു 13 വർഷത്തെ പൈക്കളാട്ടോ കട്ടിലും അളമാരിയൊക്കെ. ഒക്കെ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു ബെഡ്റൂം. അതിലും നമ്മൾ കർട്ടൻ വെക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിലേക്കുള്ള അലമാര നമ്മൾ പുതിയ വാങ്ങിയിട്ടോ. പഴയ സ്റ്റീലിൻ്റെ അളമാരി, അത് 25 വർഷത്തെ പൈക്കുണ്ടാവും. ആ അളമാര മാറ്റി നമ്മൾ ഈ പുതിയ അളമാരി വാങ്ങിയതാണ്. ഇനി മുകളിലത്തെ നിലയിലാട്ടോ അവൻ്റെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഫുള്ള് കർട്ടനൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാ റൂമിലും. ഫസ്റ്റ് മുകളിലത്തെ റൂമിലുള്ള വേറെ ഒരു ഫസ്റ്റത്തെ റൂം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ റൂം. ഇതിലാദ്യം ഒരു കട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ റൂം മാത്രം കേട്ടോ നമ്മൾ ഫസ്റ്റ് നന്നാക്കിയിട്ട് കിടക്കലുള്ളൂ. ഇതിൽ നമ്മൾ കട്ടിൽ ആദ്യമുള്ളതാണ്. ഒരു ഡ്രസ്സിങ് ടേബിളും വാങ്ങിച്ചിട്ടുണ്ട്, ഒരു അലമാരിയും വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ കർട്ടനും കൊടുത്ത്. പിന്നെ വേറൊരു റൂമുണ്ട്. ഇതൊരു നിസ്കാര റൂമാക്കി സെറ്റപ്പ് ആക്കാൻ കേട്ടോ നമ്മൾ വിചാരിച്ചത്. അതിൽ നമ്മൾ ഒഴിവാക്കിയ താഴത്തൊരു ഡോറും ഉണ്ട്. ഇസ്തിരി ഇടാനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചു. നമ്മൾ ഇതുവരെ താഴെ നിന്നിട്ടാ ഇസ്തിരി ഇടൽ. ഇനി നല്ല സുഖമാണ്. അത് അവിടെ വന്ന് ഇസ്തിരി ഇട്ട് അവിടെ ഹാങ്കറും അളമാരിയും ഒക്കെ ഉണ്ട്. അവിടെ തന്നെ മടക്കിയൊക്കെയും ചെയ്യാം, അവിടെ തന്നെ ഹാങ്കർ ചെയ്യുകയും ചെയ്യാം. ഇതാണ് കേട്ടോ അവൻ്റെ ബെഡ്റൂമിൻ്റെ ഫൈനൽ ലുക്ക്. അടിപൊളി ആയിക്കില്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ബെഡ്റൂമിൻ്റെ ഇത് നമ്മൾ തൽക്കാലം ബെഡ്ഷീറ്റ് ഇത് വിരിച്ചേട്ടാ. അതിനുള്ള കംഫർട്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അളമാരിൻ്റെ പണിയും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ റൂമും ബാത്റൂമും ഒക്കെ കഴിഞ്ഞ് ഇനി കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അത് ആ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.